ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ലിയ. എല്ലാവർക്കും രുചിഗ്രഹത്തിലേക്ക് സ്വാഗതം. ഓണം സീരീസിലെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് സാമ്പാറും എരിശ്ശേരിയുമാണ്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട റെസിപ്പിയിലേക്ക് പോവാം. നമുക്ക് വറുത്തരച്ച സാമ്പാർ റെഡിയാക്കാൻ തുടങ്ങാം. അതിന് ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കുകയാണ്. അരമണിക്കൂറെങ്കിലും ഇതിങ്ങനെ വെള്ളത്തിൽ കിടന്ന് സോക്കാവണം. ഇതിപ്പോൾ മാറ്റി വെക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതൊരു 1/4 കപ്പ് സാമ്പാർ പരിപ്പാണ്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ഉപ്പ്, 3/4 കപ്പ് വെള്ളം. ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കർ മൂടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതൊരു വിസിൽ വന്നിട്ടുണ്ട്, മാറ്റി വെക്കാം. പരിപ്പ് വേഗം വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള മസാല കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. വറുത്തരച്ച സാമ്പാറാണല്ലോ വെക്കുന്നത്, അപ്പോൾ വറുത്തരയ്ക്കാൻ വേണ്ടിയുള്ള മസാല കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ആദ്യമായിട്ട് 2 ടീസ്പൂൺ മല്ലിയാണിത്. ഇത് ഈ പാനിനകത്തോട്ട് ഇട്ടിട്ട്, എണ്ണയൊന്നും ചേർത്തിട്ടില്ല, ഈ പാനിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ മല്ലിയുടെ നല്ല മൂത്ത മണം വരും. ആ സമയത്ത് നമുക്കിത് വറുത്ത് കോരി മാറ്റി വെക്കണം. തീ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. മല്ലി മൂത്ത മണം വരുന്നുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റ് ഞാനിങ്ങനെ ഇളക്കി കൊടുത്തായിരുന്നു. ഇത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിവിടാം. മല്ലി വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പാണിത്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. കടലപ്പരിപ്പ് ഒന്ന് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് സെയിം പാത്രത്തിലോട്ട് തന്നെ മാറ്റി വെക്കാം. അടുത്തായിട്ട് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പാണ്. ഇതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. വളരെ ചെറിയ എമൗണ്ടുള്ള സാമ്പാറാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഉഴുന്നുപരിപ്പ് ഇട്ടിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് കൂടെ തന്നെ ഒരു നുള്ളു ഉലുവ, ഒരു നുള്ളു മതി, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 കാശ്മീരി ചില്ലിയാണിത്, അത് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക്, ഈ 3 കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഇതെല്ലാം മൂത്തിട്ടുണ്ട്. മൊത്തം ഒരു 2 മിനിറ്റ് ഞാൻ ഇളക്കി കൊടുത്തു. നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതേ പാനിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണയും ചൂടായിക്കോട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/2 കപ്പ് തേങ്ങയാണിത്, ഇത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കീറിയിട്ടതും 3 ചെറിയ ഉള്ളിയാണ്, ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങയുടെ നിറം മാറി തുടങ്ങിയിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ നിറം ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മല്ലിയും കടലപ്പരിപ്പും ഉലുവയും വറ്റൽമുളകും കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ടും ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം മൂത്തതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അവസാനമായിട്ട് തീ ഓഫ് ചെയ്തിരിക്കുകയാണ്. അവസാനമായിട്ട് ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. കായത്തിൻ്റെ പൊടിയല്ല, കട്ടയാണ് കയ്യിലുള്ളെങ്കിൽ ഒരു ചെറിയ കഷ്ണം നമ്മൾ ആ വറക്കുന്ന സമയത്തിട്ട് വറുത്താൽ മതി. കായം വരണം ആ സാമ്പാറിൻ്റെ യഥാർത്ഥ മണം വരണമെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിങ്ങനെ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ നിരത്തി ഇടുന്നുണ്ട്. ചൂട് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് ചൂട് നല്ലപോലെ പോയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് സാമ്പാർ വെച്ച് തുടങ്ങാം. ഞാൻ ഇതുപോലെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിനകത്തോട്ട് ആവശ്യമായ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. 1 സവോളയാണിത്, വലിയ സവോള. ഒരു ചെറിയ കായ, ഇത് വെള്ളരിക്കയുടെ 1/2 മുറിയേ ഉള്ളൂ, ഇതും ചേർത്ത് കൊടുക്കാം. ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞാണ്, ഇതും ചേർത്ത് കൊടുക്കാം. 2 ഉരുളക്കിഴങ്ങാണ്, അതും ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1 മുരിങ്ങയ്ക്കയാണിത്, അത് ഇതുപോലെ മുറിച്ചത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും വെണ്ടയ്ക്കയും ഇപ്പം ചേർക്കണ്ട, ഇപ്പം മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് കുക്കറിൻ്റെ 1/2 ഭാഗം വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുക്കറിൻ്റെ 1/2 ഭാഗം വരെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് മിക്സ് ചെയ്യണം.
ഈ കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. പച്ചക്കറികളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. തീ ഓൺ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തീ ഇടുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അത് ഇതുപോലെ ഒന്ന് ഒരു സ്പൂൺ വെച്ചിങ്ങനെ ഒന്ന് ഉടച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ ഇത് 2 മീഡിയം തക്കാളിയാണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒരു 3 വെണ്ടയ്ക്ക അത് ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നല്ലപോലെ തിളയ്ക്കണം. തിളച്ചൊന്ന് ഒരു ഭാഗം ഒന്ന് വറ്റട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. തീ മീഡിയം ഫ്ലെയിമിൻ്റെ മുകളിലായിട്ട് ഇടാം, കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു 1/4 ഭാഗത്തോളം വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കാം. നമ്മൾ അരമണിക്കൂർ മുമ്പ് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തോട്ട് എൻ്റെ തേങ്ങ വറുത്ത് വെച്ചില്ലേ, അത് നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നൊന്ന് ഈ ബാക്കിയുള്ള മസാലകളൊക്കെ ഒന്ന് കറക്കിയെടുത്ത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. തീ മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഇത് നല്ലപോലെ കിടന്നൊന്ന് തിളയ്ക്കട്ടെ. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് വറ്റി കുറുകിയിട്ടുണ്ട്. ഈ ഒരു കുറുകൽ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് കുറുകും ഇത്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിനകത്തോട്ട് കടുക് താളിച്ചൊഴിക്കണം. കടുക് താളിച്ചൊഴിക്കാം. അതിന് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിക്കോട്ടെ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 3 തണ്ട് കറിവേപ്പില, ഒരു 5 ചെറിയുള്ളി അരിഞ്ഞത്, ഒരു വറ്റൽമുളക് 2ആയി കീറിയത് ചേർത്ത് കൊടുക്കാം. ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിത് സാമ്പാറിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 മിനിറ്റ് നടച്ച് വെക്കാം. കാരണം ആ താളിച്ചൊഴിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി വറുത്തരച്ച സാമ്പാർ റെഡി ആയിരിക്കുകയാണ്. നമുക്ക് എരിശ്ശേരി വെച്ച് തുടങ്ങാം. അത് ഞാനൊരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ആദ്യം ഇത് 1 കപ്പ് ചെറുപയറാണ്. 1 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണ്. ഇതൊന്ന് ഇതിനകത്തോട്ട് വാരിയിട്ട് കൊടുക്കാം. ഇത് 2 പൊന്തങ്കായാണ്. പൊന്തങ്കായാണ് എരിശ്ശേരിക്ക് ഏറ്റവും ബെസ്റ്റ്. ഇത് 2 എണ്ണമാണ് ഇതുപോലെ പീസാക്കി മുറിച്ചതാണ്. ഇതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഇത് നെക്കയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം വേണ്ടി വരും. ഇനി ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിൻ്റെ താഴെ മതി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യാണിത്. ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല രുചിയാണ് നെയ്യ് ചേർത്ത് എരിശ്ശേരി വെക്കുമ്പോൾ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുക്കർ അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. എരിശ്ശേരിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് ഞാനിവിടെ 3/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്, 2 എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. ഞാൻ അരപ്പ് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു പരുവം. ഈ തേങ്ങയുടെ തരിയൊക്കെ ചെറുതായിട്ടൊന്ന് കിടക്കണം, അങ്ങ് പേസ്റ്റായിട്ട് അരഞ്ഞു പോയിട്ടില്ല. ഈ ഒരു പരുവത്തിൽ വേണം എരിശ്ശേരിക്കുള്ള അരപ്പ് നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് നമുക്കിനി കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തുറന്ന് നോക്കാം. നമ്മുടെ പയറും കായൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊരു തവി വെച്ച് നമുക്കൊന്ന് ഉടയ്ക്കാം. ഇത് ഞാനിപ്പോൾ നല്ലപോലെ ഉടച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് വെള്ളം മതി. കാരണം എരിശ്ശേരി കുറുകിയാണല്ലോ ഇരിക്കണ്ടേ. ഞാൻ ഇവിടെ നല്ലപോലെ കുറുകി എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ വെള്ളം അതിനനുസരിച്ച് ചേർക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കരുത്, ഒന്ന് അനന്നാൽ മാത്രം മതി. ഇനി തവിയിലൊന്ന് എടുത്ത് നോക്കുമ്പോൾ ആവി പറക്കുന്നുണ്ടെങ്കിൽ അത് മതി, തിളയ്ക്കരുത്, തേങ്ങ പിരിഞ്ഞു പോവും. ഈ സമയത്ത് ഇതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം ഒന്നും കൂടെ. അപ്പോൾ കറി നല്ലപോലെ അനന്നിട്ടുണ്ട്.
ആവിയൊക്കെ പറക്കുന്നുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വെക്കാം. ഇതിനകത്തോട്ട് ഇനി കടുക് താളിച്ചൊഴിക്കാം. കടുക് താളിച്ചൊഴിക്കാം എരിശ്ശേരിയിലോട്ട്. അതിന് ഇതുപോലെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചീനച്ചട്ടിയിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിക്കോട്ടെ. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 4 ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതായി അരിഞ്ഞാണ് അത് ചേർത്ത് കൊടുക്കുക. 2 വറ്റൽമുളക് ഇങ്ങനെ കീറിയിട്ടതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ അത് ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ വറുത്തിടുന്നതാണ് എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് തരുന്നത്. ഇതൊരു ബ്രൗൺ നിറാവുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ ഷെയ്ഡായിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ എരിശ്ശേരിയുടെ മുകളിലൂടെ ഒന്ന് താളിച്ചു കൊടുക്കാം. ഉടനെ തന്നെ ഇതൊന്ന് ഒരു 2 മിനിറ്റ് അടച്ചു വെക്കാം. ആ എണ്ണയുടെയൊക്കെ ഫ്ലേവർ നല്ലപോലെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ എരിശ്ശേരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളുടെ രീതിയിൽ നിങ്ങൾ ഈ എരിശ്ശേരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓണത്തിന് എന്തായാലും ഇതൊരു വിഭവമായി നിങ്ങൾ ഇലയെ വിളമ്പണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ശരി കേട്ടോ, ബൈ.